വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NIOS സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിലുടനീളം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഒരു ഫേമിൽ നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ആ ക്യാഷ് ബുക്ക് തന്നെ എന്തൊക്കെ ഉണ്ടാവും, നമുക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അതിൽ കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ. സോ നമുക്കൊരു എൻഡ് വന്നു കഴിഞ്ഞാൽ, ഇയർ എൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മന്ത് എൻഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളുടെ നിലവിലുള്ള നമ്മുടെ ക്യാഷ് ബാലൻസും നിലവിലുള്ള നമ്മുടെ ബാങ്ക് ബാലൻസും നമുക്ക് ആ ക്യാഷ് ബുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ക്യാഷ് ബുക്കും ബാലൻസ് നമ്മൾ തയ്യാറാക്കുന്നത്, നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് അവർക്കും ഓരോ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ബുക്ക് ഉണ്ടായിരിക്കും. അവർ കസ്റ്റമർ എത്ര ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര വിഡ്രോ ചെയ്തു പോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുക്ക് ബാങ്കിന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ പാസ്ബുക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസ്ബുക്കും, നമ്മുടെ കയ്യിൽ ക്യാഷ് ബുക്ക് ഉണ്ട്, ബാങ്കിന്റെ കയ്യിൽ പാസ്ബുക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ക്യാഷ് ബുക്കിലെ നമ്മുടെ ബാങ്ക് ബാലൻസും അതുപോലെ തന്നെ ബാങ്കിന്റെ കയ്യിലുള്ള പാസ്ബുക്കിലെ നമ്മുടെ ബാങ്ക് ബാലൻസും എപ്പോഴും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെ. അങ്ങനെ തന്നെയല്ലേ വരണ്ടേ. അപ്പോൾ അല്ലേ അത് റെഡി ആവത്തുള്ളൂ അല്ലെ. നമ്മുടെ കയ്യിൽ ബാങ്ക് ബാലൻസ് ഇപ്പോൾ 50,000 രൂപ നമ്മുടെ ബുക്കിൽ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്കിന്റെ ബാലൻസിൽ എത്ര കാണിക്കണം, ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്ര 50,000 രൂപ ഉണ്ട് എന്നുള്ള രൂപത്തിലാണ് പാസ്ബുക്കിലും കാണിക്കണം അല്ലെ. അങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. പക്ഷേ ചില സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ ടാലി ആയിട്ടുണ്ടായിരിക്കില്ല. മീൻസ് അത് തമ്മിൽ അമൗണ്ടുകളിൽ വ്യത്യാസം കാണിക്കും. അങ്ങനെ വ്യത്യാസം കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന്റെ കാരണങ്ങൾ നോക്കും, അതിന് എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത് നോക്കും. അങ്ങനെ ആ ഒരു കാരണം നമ്മൾ റീകൺസൈൽ ചെയ്യാൻ, നമ്മളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള പേരിൽ നമ്മൾ വിളിക്കുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ്, നമുക്ക് ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും പാസ്ബുക്കിലെ ബാങ്ക് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് അതിനെ റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു BRS എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു അക്കൗണ്ട് അല്ല. ഓക്കെ, ഒരു BRS എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഒരു ഇയർ എൻഡ് ആവണമെന്നോ അതല്ലാതെ ഒരു നിശ്ചിത ഒരു പീരിയഡ് ഒന്നും ഇല്ല ഈ ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിന്റെ ഒരു ലക്ഷ്യം എന്താണ്, ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബാലൻസുകൾ തമ്മിൽ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത്, ആ സമയത്തേക്ക് നമുക്ക് ഒരു BRS തയ്യാറാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി അതിന്റെ കൂടുതൽ ഭാഗങ്ങളിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ടു റീകൺസൈൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബാലൻസ് ആസ് പെർ ദ ബാങ്ക് കോളം ഓഫ് ദ ക്യാഷ് ബുക്ക് ആൻഡ് ദ പാസ്ബുക്ക് ഓൺ എനി ഗിവൺ ഡേറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമ്മളോട് പറയുന്ന കുറച്ച് റീസൺസ് ആണ്, നമ്മളിൽ എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ ഒരു ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തമ്മിൽ ഡിഫറൻസ് വരാൻ കാരണം എന്നുള്ള അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഒരു ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ഫേം ബട്ട് നോട്ട് യെറ്റ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ആണ്. അത് ഫേം എന്ത് ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്തു, ബട്ട് എന്ത് ചെയ്തില്ല, അത് പേയ്മെന്റിന് എന്ത് ചെയ്തില്ല, പേയ്മെന്റിനായിട്ട് പ്രസന്റ് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് റീസൺ വരുന്നത്. നെക്സ്റ്റ്, ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ആണ്. ചെക്ക് എന്ത് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, അത് കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് കാര്യം വരുന്നത്. നെക്സ്റ്റ്, അമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് എന്നാണ്. ചില സമയത്ത് എന്ത് ചെയ്യും, ചില കസ്റ്റമേഴ്സ് ഒക്കെ ഡയറക്ട്ലി ബാങ്കിൽ എന്ത് അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ആ സാഹചര്യത്തിൽ വ്യത്യാസം വരാൻ കാരണം എന്തായിരിക്കും, അപ്പോൾ ബാങ്കിൽ എന്തായിരിക്കും, ബാങ്കിൽ അമൗണ്ട് ഓൾറെഡി കൂടി കിടക്കുന്നുണ്ടോ, അത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇവിടെ ഡീറ്റെയിൽസ് എത്തിയിട്ടുണ്ടാവില്ല, ഇവിടെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ബാങ്ക് ബാലൻസ് ക്യാഷ് ബാലൻസ് എന്ത് ചെയ്യും, ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും, കുറഞ്ഞു കിടക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ ബാങ്ക് ചാർജസ് ആണ്. ബാങ്ക് ചാർജസ് വരാൻ കാരണം ബാങ്ക് ചാർജസ് ഡയറക്റ്റ് ബാങ്ക് എടുക്കുന്ന ചാർജ് ആണ്. അതൊരിക്കലും നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ ക്യാഷ് ആയിട്ട് പോകുന്ന സംവിധാനമല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് അറിയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ദിവസങ്ങളുടെ ഗ്യാപ്പുകൾ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഡിഫറൻസ് കാണിക്കും. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ് ബൈ ദ ബാങ്ക്. ബാങ്കിന്റെ കയ്യിൽ നിന്ന് ഇൻട്രസ്റ്റും ഡിവിഡൻഡ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാസ്ബുക്കിൽ ഓൾറെഡി അമൗണ്ട് കൂടി കിടക്കും. ഇവിടേക്ക് ഡീറ്റെയിൽസ് എത്തിക്കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, നമ്മുടെ ക്യാഷ് ബുക്കിലും ബാങ്ക് ബാലൻസ് കൂട്ടി കാണിക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്യും, ഡിഫറൻസ് വരാം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഡയറക്ട് പേയ്മെന്റ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ദ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമർക്ക് ഡയറക്ട് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. എന്താണ്, ബാങ്ക് ഡയറക്ട് പേയ്മെന്റ് എടുത്ത കേസുകളാണ്. അതുപോലെ തന്നെ ഡിസോണർ ഓഫ് ചെക്ക് ഓർ ബിൽ ഡിസോണേഡ്, നമ്മുടെ ബിൽ റെസീവബിൾ ബില്ലുകൾ ഏതെങ്കിലും ഒക്കെ എന്ത് ചെയ്യാണ്, ഡിസോണർ ആവുക, അല്ലാണ്ട് ചെക്കുകൾ ഡിസോണർ ആവുക. ആൻഡ് ഇറേഴ്സ് കമ്മിറ്റഡ് ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബൈ ദ ഫേം. അതുപോലെ തന്നെ ഈ ഫേം എന്തെങ്കിലും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഇററുകൾ, അല്ലെങ്കിൽ
എന്താണ് ഇറേഴ്സ് കമ്മിറ്റഡ് റെക്കോർഡ് ട്രാൻസാക്ഷൻ ബൈ ദി ബാങ്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് വരുന്ന ഇററുകൾ. ഇങ്ങനത്തെ കാരണത്താലാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ അമൗണ്ടുകൾ തമ്മിൽ ഡിഫറൻസ് വരാൻ കാരണം. ഓക്കെ, സോ ഇനി എങ്ങനെയാണ് നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മൾ ഏതൊരു കാര്യം തയ്യാറാക്കാനുള്ളത് പൊതുവെ ഒരു ഓപ്പണിംഗ് ബാലൻസ് പോലത്തെ ബാലൻസുകൾ അതിൽ ഉണ്ടാവാറുണ്ട്. ഇല്ല, അപ്പൊ ഒരു ബാങ്ക് ബാലൻസ്, അപ്പോൾ ഒരു BRS നമ്മൾ എങ്ങനെയായിരിക്കും അതുപോലത്തെ ഒരു അമൗണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് ഒരു 2 കേസാണ് വരുന്നത്. നമുക്കിവിടെ ഫേവറബിൾ ബാലൻസ് ഉണ്ട്, അൺഫേവറബിൾ ബാലൻസ് ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഫേവറബിൾ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ഗിവൻ. ഓക്കെ, അതായത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത് രണ്ടുമാണ് നമ്മളുടെ ഫേവറബിൾ ആയിട്ടുള്ള ബാലൻസ് എന്ന് പറയുന്നത്. അഥവാ അതെന്തായിരിക്കും, നമ്മളെ ഡെപ്പോസിറ്റ്സ് ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അതായത് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇനി അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അതായത് ഡെബിറ്റ് ബാലൻസ് ആസ് ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, അതുപോലെ തന്നെ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇത് രണ്ടും നമ്മളുടെ ഓവർ ഡ്രാഫ്റ്റ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ അൺഫേവറബിൾ ബാലൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കേസാണ് നമുക്ക് വരിക. ഈ 2 കേസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് നമ്മൾ കാണിക്കുക. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഈസ് ടു ബി അസേർട്ടൈൻഡ്. അതായത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും നമുക്ക് എന്തുണ്ടായിരിക്കുക, നമുക്ക് കിട്ടുന്ന നമ്മൾ കാണേണ്ടിണ്ടായിരിക്കുക. ഓക്കെ, ആ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് അതിൽ കിട്ടുക. ഓക്കെ, ഇനി ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആണ് നമുക്ക് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഈസ് ടു ബി അസേർട്ടൈൻഡ്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അസേർട്ടൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഫേവറബിൾ ബാലൻസിന്റെ കേസാണ് പറയുന്നത്. ഫേവറബിളിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആണ് അൺഫേവറബിൾ ബാലൻസിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ എന്ത് ചെയ്യാൻ, ഓപ്പോസിറ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് കിട്ടുകയും ചെയ്യും. സോ ഫേവറബിൾ ബാലൻസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടേക്ക് ബാലൻസ് ആസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, സേ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ നമുക്ക് ഫേവറബിൾ ബാലൻസ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ ഫസ്റ്റ് എന്താ കാണിക്കേണ്ടത്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇപ്പോൾ ക്യാഷ് ബുക്ക് ആണ്, ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, add all transaction that have resulted in increase in the balance of the passbook. അപ്പോൾ പാസ്ബുക്കിൽ ബാലൻസ് ഇൻക്രീസ് ആവാൻ കാരണമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്യാഷ് ബുക്കിലെ ബാലൻസിനോട് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പാസ്ബുക്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കൂടിക്കിടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ആ ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പാസ്ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി കാണിച്ചു കൊടുക്കുക എന്നുള്ള, പാസ്ബുക്കിന്റെ ബാലൻസുമായിട്ട് ക്യാഷ് ബുക്കിന്റെ ബാലൻസുമായിട്ട് നമ്മൾ കൂട്ടി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. നെക്സ്റ്റ്, ഡിഡക്ട് ഓൾ ദ ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് റിസൾട്ടഡ് ഇൻ ഡിക്രീസ് ഇൻ ദ ബാലൻസ് ഓഫ് പാസ്ബുക്ക്. അപ്പൊ ഈ പാസ്ബുക്കിൽ അമൗണ്ട് കുറക്കാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാത്ത ട്രാൻസാക്ഷൻസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്കിന്റെ ബാലൻസുമായിട്ട് കുറച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, extract the net balance shown by the statement which should be the same as shown in the passbook. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ നെറ്റ് ബാലൻസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതെന്തായിരിക്കും, നമ്മൾ പാസ്ബുക്കിൽ കാണിച്ചുള്ള സെയിം എമൗണ്ട് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ കറക്റ്റ് വന്നാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. സോ ഇല്ലുസ്ട്രേഷൻ നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കുക, ഫ്രം ദ ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് മിസ് അനന്യ ഇൻഡസ്ട്രീസ് പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആസ് ഓൺ December 31st, 2040. December 31, 2014 ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ശ്രദ്ധിക്കുക, ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് അല്ലേ. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, 32,500 ആണ്. സോ നമ്മൾ മേലെ പറഞ്ഞ സെയിം ക്രൈറ്റീരിയ ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് അപ് ടു 31/2014. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്തായിട്ടില്ല, അവിടെ ചെക്ക് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് ക്രെഡിറ്റഡ്, ബാങ്കിലോട്ട് എന്ത് ചെയ്തില്ല, ക്രെഡിറ്റ് ആയിട്ടില്ല. ഏത് സമയം വരെ, ഈ 31-ാം തീയതി വരെ അത് ക്രെഡിറ്റ് ആയിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ തയ്യാറാക്കുന്ന സമയം വരെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതാണ്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അത് ഡെബിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞു കിടക്കായിരിക്കും അല്ലേ. ബാങ്ക് ബാലൻസ് ഇപ്പോൾ കുറഞ്ഞു കിടക്കല്ലേ, ക്യാഷ് ബാലൻസ് കൂടി കിടക്കാണ്. അഥവാ എന്താണ്, ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെന്താണ്, ബാങ്കിലോട്ട് ക്രെഡിറ്റ് ആയിട്ടില്ല അല്ലേ. അപ്പോൾ ക്യാഷ് ബാലൻസ് എന്താണ്, കൂടിക്കിടക്കാണ്. നമ്മളെ ബാങ്ക് ബാലൻസ് ക്യാഷ് ബുക്കിലെ ബാങ്കോളം എന്താണ്, കൂടിക്കിടക്കാണ്, മറ്റേന്താണ്, കുറഞ്ഞു കിടക്കാണ് അല്ലേ. ബാങ്കിലോട്ട് എമൗണ്ട് എത്തിയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ മൈനസ് ചെയ്യാണ്. ഓക്കെ,
നെക്സ്റ്റ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് ഇഷ്യൂ ചെയ്തു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പേയ്മെന്റിന് പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ഇഷ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 12,500 എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവിടെ പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ പൈസ കുറഞ്ഞതായിട്ട് കാണിക്കും, ക്യാഷ് ബുക്കിന്റെ ബാങ്ക് ബാലൻസ് നമ്മൾ പൈസ കുറഞ്ഞതായിട്ട് കാണിക്കും. നേരെ മറിച്ച് ഇവിടെ എന്തായിട്ടില്ല, അവിടെ പേയ്മെന്റിന് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടില്ല. പേയ്മെന്റിൽ പ്രസന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ക്യാഷ് നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ട് പൈസ പോയോ, ഇല്ല, ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടില്ല, ബാങ്കിൽ ആ പൈസ അപ്പോഴാണ് കൂടി കിടക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, നമ്മുടെ ക്യാഷ് ബുക്കിൽ എന്താണ് ബാലൻസ് കുറഞ്ഞെടുക്കുകയാണ്, പാസ്ബുക്കിൽ ബാലൻസ് കൂടി കിടക്കുകയാണ്. ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, പാസ്ബുക്കിന് കൂട്ടി കാണിക്കുന്ന അമൗണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളും ആഡ് ചെയ്തിട്ട് കാണിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു എമൗണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. Okay, next, bank credited 5,000 for receiving dividend through electronic clearing system. സോ ECS-ലൂടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് 5,000 രൂപ നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ എന്താണ്, ഈ ഒരു പൈസ ഡയറക്റ്റ് വരൽ എങ്ങനെയാണ്, നമ്മുടെ നേരെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നേരെ ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കേസിൽ എന്തായിരിക്കും, ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, ഇത് നമ്മുടെ പാസ്ബുക്കാണ്, ക്യാഷ് ബുക്കാണ്. സോ എന്ത് ചെയ്യുന്നു, പാസ്ബുക്കിലോട്ട് എന്ത് ചെയ്യുന്നു, ആദ്യം 5,000 രൂപ വന്ന് കിടക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഈ ഒരു ECS-ലോ ഡിവിഡൻഡ് വന്ന് കിടന്നു, ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, നമ്മളത് കാണിച്ചിട്ടില്ല, നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മളത് കാണിച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്, പാസ്ബുക്ക് കൂടി കിടക്കില്ലേ, സോ അതിന് നമ്മൾ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യുന്നു, കൂട്ടി കാണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ, നമ്മൾ ആഡ് ചെയ്ത് കാണിക്കാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദ ബാങ്ക്. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ്. ബാങ്ക് ചാർജസ് ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, പാസ്ബുക്ക് കുറഞ്ഞു കിടക്കായിരിക്കും അല്ലെ, 400 രൂപ കുറഞ്ഞെടുക്കാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷ് ബുക്ക് എന്ത് ചെയ്യുന്നു, അതിന് ലെസ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 400 എന്താണ്, നമുക്ക് മൈനസ് ചെയ്ത് കാണിക്കേണ്ട എമൗണ്ടും ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ജസ്റ്റ് ചെക്ക് ചെയ്യാം. സോ ഇവിടെ കാണാം, ബാങ്ക് ലീഗൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു, ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് വരുന്നത്, പെർട്ടിക്കുലേഴ്സ് ആണ്, പ്ലസ് എമൗണ്ട് മൈനസ് എമൗണ്ട്, ജസ്റ്റ് ഈ ഒരു നോർമൽ ഫോർമാറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 32,500, 8,900 നമ്മൾ എന്ത് ചെക്ക് ഡെപ്പോസിറ്റ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക്, നമ്മൾ അത് ആ എമൗണ്ട് കാണിച്ചു. ശേഷം എന്താണ്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് 12,500 പ്ലസ് എമൗണ്ട് ആണ്. ഡിവിഡൻഡ് റിസീവ്ഡ് അത് 5,000 രൂപ, അതും എന്താണ് പ്ലസ് എമൗണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് ചാർജസ് ആണ്, മൈനസ് എമൗണ്ട് കാണിച്ചു. അതിന് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 32 എന്ത് ചെയ്യുന്നു, 32,500 നമ്മൾ ആദ്യം 8,900 മൈനസ് ചെയ്യും, ശേഷം എന്ത് ചെയ്യുന്നു, 12,500 ആഡ് ചെയ്യുന്നു, 5,000 ആഡ് ചെയ്യുന്നു, 400 അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്ത്, 40,700. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് 40,700 എന്നുള്ള രൂപത്തിലായിരിക്കും നമുക്ക് തന്നെ കിട്ടുക. ഓക്കെ, ആ ഒരു എമൗണ്ട് ആണ് നമ്മളുടെ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ഉണ്ടാവുക. ബാലൻസ് ആസ് പെർ പാസ്ബുക്കിന്റെ കറക്റ്റ് എമൗണ്ട് എത്രയാണ് വരുന്നതെന്നാണ്, 40,700 എന്നുള്ളതായിരിക്കും, ആ രൂപത്തിലായിരിക്കും എന്തുണ്ടായിരിക്കുക, അതിന്റെ എമൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫേവറബിൾ ബാലൻസിനെ കുറിച്ചാണ്, ഫേവറബിൾ ബാലൻസിന്റെ കേസാണ്. നമുക്ക് അൺഫേവറബിൾ ബാലൻസിനെ കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റീസൺസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട്, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സുകളും എക്സ്ട്രാ ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് നമ്മുടെ നാഷണൽ അക്കാഡമിയിൽ അവൈലബിൾ ആണ്, നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാഷണൽ അക്കാഡമി ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് ഈ ഒരു ഭാഗം നമുക്ക് പറഞ്ഞ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.